ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഉറുഗ്വേയെ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത്. തിയാഗോ അൽമേഡ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അർജന്റീന തന്നെയാണ്. 13 മത്സരങ്ങൾ, 9 വിജയങ്ങൾ, 28 പോയിന്റ്. അങ്ങനെയാണ് അർജന്റീനയുടെ ഒരു നില വരുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇക്വഡോർ ആണ് ഇപ്പോൾ ഉള്ളത്. 13 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രസീൽ മൂന്നാം സ്ഥാനത്ത് വരുന്നു, 13 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുകൾ. നാലാം സ്ഥാനത്ത് ഉറുഗ്വ, 13 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റുകൾ. ഇങ്ങനെയാണ് ആദ്യ 4 സ്ഥാനക്കാർ വരുന്നത്. നമുക്കറിയാം, ആദ്യ 6 സ്ഥാനക്കാർക്ക് വരെ സൗത്ത് അമേരിക്കയിൽ നിന്ന് വേൾഡ് കപ്പിന് നേരിട്ട് യോഗ്യത നേടാൻ കഴിയും. 7ാം സ്ഥാനക്കാർക്ക് ആ ഒരു പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കേണ്ടി വരും എന്നുള്ളതാണ്. നിലവിൽ അർജന്റീന അടുത്ത വേൾഡ് കപ്പ് യോഗ്യതയുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പോയിന്റ് നേടിക്കഴിഞ്ഞാൽ അവർക്ക് അടുത്ത വേൾഡ് കപ്പിന് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ യോഗ്യത നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് അടുത്ത മത്സരം ബ്രസീലിനെതിരെയാണ് അർജന്റീന കളിക്കുക. ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത സ്വന്തമാക്കാൻ അർജന്റീനക്ക് കഴിയും. ഇനിയിപ്പോൾ ആ മത്സരത്തിൽ സമനില വഴങ്ങിയാലും അർജന്റീനക്ക് വേൾഡ് കപ്പ് യോഗ്യത ലഭിക്കും എന്നുള്ളതാണ്. പരാജയപ്പെട്ടാൽ മാത്രമാണ് തൊട്ടടുത്ത മത്സരത്തിന് വേണ്ടി അർജന്റീന കാത്തിരിക്കേണ്ടി വരിക. അതായത് അടുത്ത ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ വേൾഡ് കപ്പ് യോഗ്യത നേടുക എന്ന ഒരു ടാർഗറ്റ് ഇപ്പോൾ അർജന്റീനയുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. 2021 ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നു. അന്ന് അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടി. ആ മത്സരം ഗോൾ രഹിത സമനിലയായിരുന്നു. അതോടുകൂടി അർജന്റീന വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ആ 2021 ഇത്തവണയും ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയിരുന്നു. അത് അവർക്ക് കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ രണ്ട് ടീമുകളും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ മത്സരത്തിന് കടന്നു വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.